right triangle ABC, right angled at B. AC is equal to 13 centimeter, BC is equal to 12 centimeter. First question, find sin C cos C. Second, find sin square C plus cos square C. മട്ടത്രികോണം ABCയിൽ AC 13 സെന്റിമീറ്റർ, BC 12 സെന്റിമീറ്റർ. sin C, cos C കാണുക. sin square C plus cos square C കാണുക. സോ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. ഒരു റഫ് ഫിഗർ വരയ്ക്കാം. പേര് കൊടുക്കുന്നതിന് മുമ്പ് റൈറ്റ് ആംഗിൾഡ് ബിയിലാണ് പറഞ്ഞിട്ടുണ്ട്. സോ ആ റൈറ്റ് ആംഗിൾ നമുക്ക് ബി എന്ന് മാർക്ക് ചെയ്യാം. ദെൻ നമുക്ക് മറ്റ് രണ്ട് വേർട്ടെക്സുകൾ എഴുതാം, എയും സിയും. ഓക്കെ, സോ വി ഹാവ് ട്രയാങ്കിൾ ABC റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി. പിന്നെ തന്നിരിക്കുന്നത് AC 13 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. സോ AC എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ ആണ്. BC 12 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ BC എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ. നമുക്ക് സൈൻ സി കാണണം, കോസ് സി കാണണം. ട്രിഗണോമെട്രിക് റേഷ്യോ കണ്ടുപിടിക്കേണ്ട ആംഗിൾ സിയിലാണ്. സോ നമുക്ക് സി ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. തൊട്ട് മുന്നേ നമ്മൾ ചെയ്തതാണ്. 13ഉം 12ഉം വന്നാൽ മൂന്നാമത്തെ സൈഡ് 5 ആയിരിക്കും. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ബേസ് സ്ക്വയർ 12 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് AB സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 13 സ്ക്വയർ വരും. 12 സ്ക്വയർ 144 ആണ്. പ്ലസ് AB സ്ക്വയർ ഇസ് ഈക്വൽ ടു 169 വരും 13 സ്ക്വയർ. സോ AB സ്ക്വയർ വരുമ്പോൾ 169 മൈനസ് 144 വരും. അത് 25 എന്ന് കിട്ടും. അങ്ങനെയാകുമ്പോൾ AB ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. സോ AB 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. വി നീഡ് ടു ഫൈൻഡ് സൈൻ സി ആൻഡ് കോസ് സി. സൈൻ സി ബൈ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് സി ബൈ ഹൈപ്പോട്ടന്യൂസ്. സിയുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് എന്താണ്? ഫിഗർ നോക്കിയിട്ട് എഴുതാം. സിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്, നേരെ എതിർവശത്തുള്ള സൈഡ്. അത് 5 സെന്റിമീറ്റർ ആണ്. സോ ഓപ്പോസിറ്റ് സൈഡ് 5 ആണ്. ഹൈപ്പോട്ടന്യൂസ് 13 ആണ്. സോ വി ഹാവ് സൈൻ സി എന്ന് പറഞ്ഞാൽ 5/13 എന്ന ആൻസർ കിട്ടും. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോസ് സി ആണ്. ഇതിൽ നിങ്ങൾ ആകെ ഓർക്കേണ്ടത് ഡെഫിനിഷൻ മാത്രമാണ്. കോസ് എന്ന് കണ്ടാൽ മുകളിൽ അഡ്ജസെന്റ് സൈഡ്, സമീപവശം, ബൈ ഹൈപ്പോട്ടന്യൂസ്, കർണം. സിയുടെ ഏതാണ് ആംഗിൾ നോക്കുക, സി ആണ്. സിയുടെ അഡ്ജസെന്റ് സൈഡ് ഏതാ? സിയുടെ അടുത്ത് കിടക്കുന്ന സൈഡ് ഏതാണ്? 12 സെന്റിമീറ്ററിന്റെ ആണ്. മറ്റേത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അതിന് വേറെ തന്നെ പേര് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സിയുടെ അഡ്ജസെന്റ് ആയിട്ടുള്ള സൈഡ് 12 ആണ്. സോ 12 ബൈ ഹൈപ്പോട്ടന്യൂസ് 13 ആണ്. സോ നമുക്ക് കോസ് സിയും കിട്ടി 12/13. സോ ഒന്നാമത്തെ ആൻസർ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആൻസറിലേക്ക് പോവാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ സ്ക്വയർ സി പ്ലസ് കോസ് സ്ക്വയർ സി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല, പക്ഷെ എക്സാമിന് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക. സാധാരണഗതിയിൽ സൈൻ സ്ക്വയർ സി എന്ന് ഉദ്ദേശിക്കുന്നത് സൈൻ സിയുടെ സ്ക്വയറിനെയാണ് നമ്മൾ സൈൻ സ്ക്വയർ സി എന്ന് എഴുതുന്നത്. അപ്പോൾ അതിനെ സൈൻ സി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാറില്ല. അതിനെ നമ്മൾ എങ്ങനെ എഴുതാ? സൈൻ സ്ക്വയർ സി. ഈ സൈനിന്റെ മുകളിലാണ് ആ പവർ 2 കൊടുക്കുന്നത്. അപ്പൊ സൈൻ സ്ക്വയർ സി എന്ന് പറഞ്ഞ സൈൻ സിന്റെ സ്ക്വയർ ആണ് സൈൻ സ്ക്വയർ സി. ഓർത്ത് വെച്ചാൽ മതി. സാധാരണഗതിയിൽ നമ്മൾ ഒരു നമ്പറിന്റെ അല്ലെങ്കിൽ ഒരു വാല്യൂന്റെ സ്ക്വയർ എന്ന് എഴുതുമ്പോൾ ആ വാല്യൂവിനെ മൊത്തത്തിൽ ബ്രാക്കറ്റിലിട്ട് പുറത്ത് സ്ക്വയർ ആണ് ഇടുന്നത്. പക്ഷെ ഈ ട്രിഗണോമെട്രിക് റേഷ്യോന്റെ കേസിൽ നമ്മൾ ആംഗിളിന് സ്ക്വയർ ഇടാറില്ല. നമ്മൾ സ്ക്വയർ ഇടുന്നത് ആ ഏത് റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത് അതിനാണ് സ്ക്വയർ ഇടുന്നത്. ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. സൈൻ സി സ്ക്വയറിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? സൈൻ സ്ക്വയർ സി എന്നാണ്. സൈനിന്റെ പവർ ആയിട്ടാണ് നമ്മൾ 2 എഴുതുന്നത്. സോ സൈൻ സ്ക്വയർ സി പ്ലസ് കോസ് സ്ക്വയർ സി എന്ന് പറഞ്ഞാൽ സൈൻ സി നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? 5/13 എന്ന് കണ്ടുപിടിച്ചു. സോ സൈൻ സ്ക്വയർ സി എന്ന് പറഞ്ഞാൽ 5/13 സ്ക്വയർ എന്നർത്ഥം. സോ 5/13 സ്ക്വയർ പ്ലസ് cos square c, that is the square of cos c. Cos c എന്താണ്? 12/13 ആണ് അതിന്റെ സ്ക്വയർ. സോ 12/13 സ്ക്വയർ. ഓക്കെ, ഇനി
ഒരു ഫ്രാക്ഷന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ ന്യൂമറേറ്ററിന്റെ സ്ക്വയറും കാണണം, ഡിനോമിനേറ്ററിന്റെ സ്ക്വയറും കാണണം. അപ്പൊ 5ന്റെ സ്ക്വയർ എത്രയാണ്? 5 സ്ക്വയർ 5 into 5 25 ബൈ 13ന്റെ സ്ക്വയർ 169. ഓക്കെ, പ്ലസ് ഇനി രണ്ടാമത്തെ ഫ്രാക്ഷന്റെ സ്ക്വയർ കാണണം. അതിൽ ന്യൂമറേറ്റർ 12 ആണ്, ഡിനോമിനേറ്റർ 13 ആണ്. 12ന്റെ സ്ക്വയർ കാണാം. 12ന്റെ സ്ക്വയർ 144 ആണ്. 13ന്റെ സ്ക്വയർ 169 ആണ്. അഡീഷൻ ഓഫ് 2 ഫ്രാക്ഷൻസ്. അപ്പം ഈ രണ്ട് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. സോ സമ്മിനകത്തും അതേ ഡിനോമിനേറ്റർ തന്നെ എഴുതുക. എന്നിട്ട് ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടുക. ദാറ്റ് ഇസ് വി നീഡ് ടു ആഡ് 25 and 144. 25ഉം 144ഉം കൂട്ടുമ്പോൾ നമുക്ക് 169 എന്ന് കിട്ടും. സോ ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ ആ ഫ്രാക്ഷന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ നമുക്ക് കിട്ടി സൈൻ സ്ക്വയർ സി പ്ലസ് കോസ് സ്ക്വയർ സി 1 ആണ്. ആംഗിൾ ഏതുമായിക്കോട്ടെ, ഏത് ആംഗിളിലും സൈൻ റേഷ്യോന്റെ സ്ക്വയറും കോസ് റേഷ്യോന്റെ സ്ക്വയറും കണ്ടുപിടിച്ച് അതിന്റെ സമ്മ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുക എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കണം. നമ്മുടെ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന്. അതുപോലെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു റിസൾട്ടാണ് ഇത്. സൈൻ സ്ക്വയർ സി പ്ലസ് കോസ് സ്ക്വയർ സി എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും. അപ്പൊ ഇൻ ജനറൽ സി ക്യാൻ ബി എനി ആംഗിൾ അല്ലെ. അപ്പൊ ഇൻ ജനറൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, എക്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ കൊടുത്തു, അത് ഏത് ആംഗിളും ആവാം, 1 മുതൽ 90 വരെ വരുന്ന ഏത് ആംഗിളും ആവാം. അതിന്റെ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ് ഇത്. ഫോർ എനി ആംഗിൾ എക്സ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ആൻസർ എഴുതുന്ന സമയത്ത് നമുക്കൊരു ഫോർ എക്സാമ്പിൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഫൈൻ സൈൻ സ്ക്വയർ സി പ്ലസ് കോസ് സ്ക്വയർ സി എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റെപ്പ് ഒന്നും എഴുതി ടൈം കളയേണ്ട കാര്യമില്ല. ആ കാൽക്കുലേഷൻ എഴുതുമ്പോൾ തെറ്റ് വരുമെന്നുള്ള പേടിയും വേണ്ട. സൈൻ സ്ക്വയർ സി പ്ലസ് കോസ് സ്ക്വയർ സി അഥവാ ആംഗിൾ ഏതും ആയിക്കോട്ടെ, എക്സ് എന്ന് ജനറൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ എഴുതി വെക്കുക. എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ഈ റിസൾട്ടും കൂടെ ഓർത്തു വെക്കുക. സെക്കൻഡ് ടേം 2018-19 ചോദിച്ച 2 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ അറ്റ് ബി. ഇൻ ദ ഫിഗർ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി, ബി സി ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ, ടാൻ സി ഇസ് ഈക്വൽ ടു 3/4. വേറെ രണ്ട് സൈഡും തന്നിട്ടില്ല, പക്ഷെ തന്നിരിക്കുന്ന ട്രിഗണോമെട്രിക് റേഷ്യോയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ടാൻ സി 3/4. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി ആൻഡ് ഫൈൻഡ് ടാൻ എ. ചിത്രത്തിൽ കോൺ ബി 90 ഡിഗ്രിയാണ്, ബി സി 12 സെന്റിമീറ്റർ, ടാൻ സി 3/4. എ ബിയുടെ നീളം കാണാം, ടാൻ എ കാണാം. സോ ഇവിടെ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെയാവുമ്പോൾ മറ്റു രണ്ട് സൈഡ്സും കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയില്ല. അത് കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്ക് ടാൻ സി എന്താണെന്ന് തന്നിരിക്കുന്നത്. സോ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഗിവൺ തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? ടാൻ സി എന്ന് പറയുന്നത് 3/4 ആണെന്ന് തന്നിട്ടുണ്ട്. ടാൻ സി നമുക്ക് ബൈ ഡെഫിനിഷൻ എന്താണെന്നറിയാം. ടാൻ സി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് ആണ്. അപ്പൊ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എ ബി ആണ്. സോ എ ബി ബൈ അഡ്ജസെന്റ് സൈഡ്. അഡ്ജസെന്റ് സൈഡിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് അവിടെ 12 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു 3/4. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു റിസൾട്ടിൽ ഈ ഒരു കിട്ടിയിരിക്കുന്ന സ്റ്റെപ്പിൽ വെച്ച് നമുക്ക് എ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മളോട് ഒന്നാമതായി കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫ്രാക്ഷൻ ആണ്, റൈറ്റ് സൈഡിൽ ഒരു ഫ്രാക്ഷൻ ആണ്. അതിന് രണ്ടിന്റെയും നടുവിൽ ഒരു ഈക്വൽ ടു സൈൻ ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയും ഈ രണ്ട് ഫ്രാക്ഷൻസിനെ ഈക്വൽ ഫ്രാക്ഷൻസ് എന്ന് പറയും. അപ്പൊ ഈക്വൽ ഫ്രാക്ഷൻസിന്റെ പ്രത്യേകത എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ്. ഓക്കെ, സോ അതായത് എ ബിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, 12നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എ ബിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4ab കിട്ടും. അത് നമുക്ക് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ എഴുതാം. എ ബി മുകളിലായതുകൊണ്ട്, കാരണം ലെഫ്റ്റ് സൈഡിലെ ന്യൂമറേറ്ററിനെ നമ്മൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ തന്നെ വെക്കും.
ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എ ബി ഇൻറ്റു 4AB എഴുതും. റൈറ്റ് സൈഡിൽ നമുക്ക് 3 ആണ് ന്യൂമറേറ്ററിലുള്ളത്. സോ 3നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് റൈറ്റ് സൈഡിൽ തന്നെ വെക്കുക. സോ 3 ഇൻറ്റു 12 എത്രയാണ്? 12നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എ ബി കാണാൻ ഈസിയാണ്. എ ബി ഈസ് ഈക്വൽ ടു 36. ഈ 4നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. 4നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് ചെയ്തത്. അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താക്കണം? ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ എ ബി ഈസ് ഈക്വൽ ടു 36/4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. സോ വി ഹാവ് എ ബി ഈസ് ഈക്വൽ ടു 9 സെന്റിമീറ്റർ. 12 സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് 9 സെന്റിമീറ്ററിൽ എഴുതാം. സോ നമുക്ക് എ ബിയുടെ ലെങ്ത് കിട്ടി. എ ബിയുടെ ലെങ്ത് 9 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ടാനയുടെ വാല്യൂ ആണ്. അപ്പം ചാടിക്കേറി ഇനി ഹൈപ്പോട്ടന്യൂസ് പൈതഗോറസ് തിയറം വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ എഴുതാം. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അത് കാണാൻ പാടുള്ളൂ. രണ്ടാമതായിട്ട് നമുക്ക് കാണേണ്ടത് ടാൻ എയുടെ വാല്യൂ. സോ ഒന്നാമത്തെ ആൻസർ ആണിത്. എ ബി ഈസ് ഈക്വൽ ടു 9 സെന്റിമീറ്റർ. രണ്ടാമത്തെ നമുക്ക് കാണേണ്ടത് ടാൻ എ ആണ്. സോ ബൈ ഡെഫിനിഷൻ ടാൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് ആണ് ആണല്ലോ. സോ വാട്ട് ഇസ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ 12 ആണ്. ബൈ അഡ്ജസെന്റ് സൈഡ് ഓഫ് എ 9 ആണ്. സോ വി ഹാവ് 12/9. ഇതിനെ നമ്മൾ വളരെ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതണം. 12ഉം 9നെ നമുക്ക് 3ന്റെ ടേബിൾസിൽ കാണാൻ പറ്റും. സോ 12/3 4 കിട്ടും. 9/3 3 കിട്ടും. സോ ടാനയുടെ വാല്യൂ 4/3. 2018-19 സെക്കൻഡ് ടേമിൽ ചോദിച്ച അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇൻ ദ ഫിഗർ ആംഗിൾ ബി 90 ഡിഗ്രി. എ ബി is equal to C, BC is equal to A, AC is equal to B. First question, angle A plus angle C is equal to dash. Second one, prove that sin A is equal to cos C. C part, if sin 24 degree is equal to cos X, find X. ചിത്രത്തിൽ കോൺ ബി 90 ഡിഗ്രി, എ ബി ഇസ് ഈക്വൽ ടു സി, ബി സി ഇസ് ഈക്വൽ ടു എ, എ സി ഇസ് ഈക്വൽ ടു ബി. സ്മോൾ ലെറ്റർ എ ബി സി എന്ന് പറഞ്ഞ സൈഡിന്റെ ലെങ്ത് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്താണ്? സൈൻ എ ഇസ് ഈക്വൽ ടു കോസ് സി എന്ന് തെളിയിക്കുക. സൈൻ 24 ഇസ് ഈക്വൽ ടു കോസ് എക്സ് ആണെങ്കിൽ എക്സ് കാണും. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. സോ നമുക്ക് 1 by 1 ആയിട്ട് ആൻസർ ചെയ്യാം. ഫസ്റ്റ് വൺ, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്താണ്? നമുക്കറിയാം ഇത് 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. സോ മറ്റ് 2 ആംഗിൾസും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? 90 ഡിഗ്രി കിട്ടണം. ബിക്കോസ് ഒരു ട്രയാംഗിളിന്റെ എല്ലാ ആംഗിൾസും കൂടെ കൂട്ടിയാൽ കിട്ടേണ്ടത് 180 ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. ഇത്രയും ഇത് 90 ആണ്. അങ്ങനെയാകുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? 90 ഡിഗ്രി കിട്ടണം. സോ ഒന്നാമത്തെ ആൻസർ കിട്ടി. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ഇനി രണ്ടാമത്തതിലേക്ക് പോവാം. സൈൻ എ ഇസ് ഈക്വൽ ടു കോസ് സി എന്ന് തെളിയിക്കുക. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സൈൻ എ ഇസ് ഈക്വൽ ടു കോസ് സി ആണ്. ആദ്യം സൈൻ എ എന്താണെന്ന് കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞ് കോസ് സി എന്താണെന്ന് കണ്ടുപിടിക്കുക. രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കുക. ഇത് തന്നെയാണ് മെത്തേഡ്. ഓക്കെ, സോ സൈൻ നമുക്കറിയാം സൈൻ എ എങ്ങനെ കാണണമെന്ന്. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ ബൈ ഹൈപ്പോട്ടന്യൂസ് വെച്ചാൽ നമുക്ക് സൈൻ എ കിട്ടും. സോ വാട്ട് ഇസ് എ എന്ന് പറഞ്ഞ ആംഗിൾ ആണ്. സോ എ എന്ന് പറഞ്ഞ ആംഗിൾ ഫിക്സ് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ, വാട്ട് ഇസ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ? അതിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം, അല്ലാതെ ബി സി എഴുതണ്ട. എ ആണ്. ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? ബി. സോ സൈൻ എ ബൈ ബി ആണ്. നെക്സ്റ്റ് നമുക്ക് റൈറ്റ് സൈഡ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കോസ് സി എഴുതാം. അപ്പൊ പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ ആദ്യത്തേന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്താൽ നമുക്ക് എഴുതുമ്പോൾ അത് ഈസിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് കോസ് സി ആണ്. സോ നമുക്ക് ആംഗിൾ സി ഫിക്സ് ചെയ്യാം. കോസ് സി ബൈ ഡെഫിനിഷൻ അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, വാട്ട് ഇസ് അഡ്ജസെന്റ് സൈഡ് ഓഫ് സി? അഡ്ജസെന്റ് സൈഡ് ഓഫ് സിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സൈഡ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എടുക്കാൻ പാടില്ല, മറ്റേ സൈഡ് എടുക്കണം. ഏതാണ്? എ. ബൈ ഹൈപ്പോട്ടന്യൂസ് ബി ആണ്. സോ നോക്കിക്കോ, ഈ ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷനിൽ റൈറ്റ് സൈഡ് എ ബൈ ബി തന്നെയാണ് കിട്ടിയത്.
റൈറ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം ഫ്രം 1 and 2. From 1 and 2 sin A is equal to cos C. ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ആകെ ഓർക്കേണ്ടത് സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ഇത് മറക്കാതെ പഠിച്ചോളാം. അത് വെച്ചിട്ടൊരു പ്രോബ്ലം ഷുവറായിട്ടും എക്സാമിന് ചോദിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സി സൈൻ 24 ഡിഗ്രി ഇസ് ഈക്വൽ ടു കോസ് എക്സ് ആണെങ്കിൽ എക്സ് കാണുക. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ട്രയാങ്കിൾ എ ബി സിയിൽ ഒരാംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ മറ്റ് 2 ആംഗിൾസും കൂടെ കൂട്ടിയാൽ അതിനെ നമുക്ക് എന്താണ് കിട്ടുന്നത്? 90 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. 2 ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടുമെങ്കിൽ ആ ആംഗിൾസ് നമ്മളൊരു പേര് പറയും. എന്താ പറയാ? കോംപ്ലിമെന്ററി ആംഗിൾസ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ റൈറ്റ് ആംഗിൾ ഒഴിച്ചിട്ടുള്ള മറ്റ് 2 ആംഗിൾസും എന്ത് ടൈപ്പ് ആംഗിൾസ് ആയിരിക്കും? കോംപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. അപ്പൊ അത് ഓർത്ത് വെക്കുക. ആംഗിൾ എ ആൻഡ് ആംഗിൾ സി ആർ കോംപ്ലിമെന്ററി ആംഗിൾസ്. സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആംഗിൾസും കൂടെ കൂട്ടിയാൽ 180 കിട്ടുന്ന ആംഗിൾസിനെ നമ്മൾ സപ്ലിമെന്ററി എന്ന് പറയും. 90 കിട്ടുന്ന ആംഗിൾസിനെ നമ്മൾ കോംപ്ലിമെന്ററി എന്ന് പറയും. അപ്പൊ എയും സിയും കോംപ്ലിമെന്ററി ആണെന്ന് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഒന്നാമത്തെ പാർട്ടിൽ കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പ്രൂവ് ചെയ്തത് എയും സിയും കോംപ്ലിമെന്ററി ആണെങ്കിൽ ഒരാംഗിളിന്റെ സൈൻ വാല്യൂ മറ്റേ ആംഗിളിന്റെ കോസ് വാല്യൂക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ സൈൻ 24 എന്തിനായിരിക്കും ഈക്വൽ ആവുക? സൈൻ 24 ഇവിടെ ഈ ഒരു റിസൾട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ സൈൻ എ ഇസ് ഈക്വൽ ടു കോസ് സി ആണ്. സോ സൈൻ 24 ഇസ് ഈക്വൽ ടു കോസ് ഓഫ് ഏത് ആംഗിൾ ആയിരിക്കണം? ഈ എയും സിയും കൂടെ കൂട്ടിയാൽ 90 ആയിരിക്കണം. അപ്പൊ ഇവിടെ 24 ആണ്. അപ്പൊ 24ന്റെ കൂടെ ഏത് നമ്പർ കൂട്ടിയാലാണ് നമുക്ക് 90 കിട്ടുക എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഏത് ആംഗിൾ കൂട്ടിയാലാണ് 90 കിട്ടുക? നമുക്ക് 66 കൂട്ടിയാലാണ് നമുക്ക് 90 കിട്ടുക. അപ്പൊ സൈൻ 24 ഡിഗ്രി ഇസ് ഈക്വൽ ടു കോസ് 66 ഡിഗ്രി ആണ്. അപ്പൊ നോക്കൂ, സൈൻ 24 ഇസ് ഈക്വൽ ടു കോസ് എക്സ് ആണെങ്കിൽ എക്സ് എന്താണ്? അപ്പൊ കോസിന്റെ കൂടെ നമ്മൾ എഴുതിയ ആംഗിൾ ഏതാണ്? 66 ആണ്. therefore എക്സ് ഇസ് ഈക്വൽ ടു 66 ഡിഗ്രി. മനസ്സിലായല്ലോ? സൈനും ആംഗിൾ എയും ആംഗിൾ സിയും കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ പറയാ സൈനും കോസും കോംപ്ലിമെന്ററി ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയും. ഓക്കെ, അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നില്ല. പക്ഷെ ക്വസ്റ്റ്യൻസ് ലോജിക്ക് വെച്ച് കാണാൻ പറയും. അപ്പോൾ ഓർത്തോള, സൈൻ ഇസ് ഈക്വൽ ടു കോസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ സൈനിന്റെ ആംഗിള് വരുന്നത് ഏതാണോ കോസിന്റെ ആംഗിള് വരുന്നത് ഏതാണോ അത് രണ്ടിന്റെയും സമ്മ് 90 ആയിരിക്കണം. അത്രയും ഓർത്താൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടെ ഇപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആവും. മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കുക. 2 കോളം തന്നിട്ടുണ്ട്, എയും ബിയും. ആദ്യത്തെ കോളത്തില് കോസ് 40 ഉണ്ട്. കോസ് 40ക്ക് ഈക്വലായിട്ട് വരുന്ന ഒരു ടേം റൈറ്റ് സൈഡിലെ ബി കോളത്തിൽ നിന്ന് എടുക്കണം. സോ കോസ് 40 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോസ് 40 എന്തിന് ഈക്വലന്റ് ആണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോസും സൈനും ഈക്വൽ ആയിട്ട് വരും എപ്പോൾ? വെൻ ദെയർ ആംഗിൾസ് ആർ കോംപ്ലിമെന്ററി. അതിന്റെ ആംഗിൾസിന്റെ സമ്മ് കൂട്ടുമ്പോൾ 90 കിട്ടണം. അപ്പൊ നോക്കുക, കോസിന് ഈക്വൽ ആയിട്ട് സൈൻ മാത്രം നോക്കുക. സൈൻ 60 ഉണ്ട്, സൈൻ 50 ഉണ്ട്. കോസിന്റെ ആംഗിൾ 40 ഡിഗ്രിയാണ്. 40 ഡിഗ്രീന്റെ കൂടെ ഏത് ആംഗിൾ ചേർക്കുമ്പോഴാണ് ടോട്ടൽ 90 ഡിഗ്രി കിട്ടുക? 50 ചേർക്കുമ്പോഴാണ്, ആണല്ലോ. സോ നമുക്ക് മാച്ച് ചെയ്യാം കോസ് 40നെ സൈൻ 50 ആയിട്ട്. സോ കോസ് 40 ഇസ് ഈക്വൽ ടു സൈൻ 50 ആണ്. കോസിന്റെ കോംപ്ലിമെന്ററി റേഷ്യോ ആണ് സൈൻ. 40യും 90യും കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അതിന്റെ രണ്ടിന്റെ സമ്മ് 90 ആണ്. ഓക്കെ, ഇനി സൈൻ 20. സൈനിന്റെ കോംപ്ലിമെന്ററി കോസ് ആണ്. 20യും 70യും കൂടെ കൂട്ടുമ്പോഴാണ് 90 കിട്ടുക. സോ നമുക്ക് സൈൻ 20നെ കോസ് 70 ആയിട്ട് മാച്ച് ചെയ്യാം. അതേപോലെ നമുക്കിവിടെ കോസ് 30 ഉണ്ട്. കോസ് 30 കോംപ്ലിമെന്ററി സൈൻ ഉണ്ട്. 30യുടെ കോംപ്ലിമെന്ററി ആംഗിൾ 60 ഉണ്ട്. സോ വി ക്യാൻ മാച്ച് കോസ് 30 ടു സൈൻ 60. ദെൻ ബാക്കി നമുക്ക് സൈൻ 40 ആണുള്ളത്.
സൈനിന്റെ കോംപ്ലിമെന്ററി റേഷ്യോ ആണ് കോസ്. 40 ആണ് ഇവിടെ, ഇവിടെ 50 ആണ്. 14 കൂട്ടിയാൽ 90. സോ നമുക്ക് ഇതിനെ രണ്ടിനെ മാച്ച് ചെയ്യും. സോ ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. സൈൻ 24 എന്നോ ഈക്വൽ ടു ഡാഷ് എന്നോ ഒക്കെ പറഞ്ഞ ഓപ്ഷൻസ് വരും. അപ്പൊ സൈൻ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ കോസ് എഴുതാം, 24ന്റെ കോംപ്ലിമെന്ററി ആംഗിൾ എഴുതാം. അതായത് 90യിൽ നിന്ന് 24 മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ 24യുടെ ഏത് നമ്പർ കൂട്ടിയാലാണ് 90 കിട്ടുക എന്ന് കണ്ടുപിടിക്കുക. ആ വിധത്തിൽ വേണം ആൻസർ എഴുതാൻ. സെക്കൻഡ് ടേം 2019-20 ചോദിച്ച ക്വസ്റ്റ്യൻ. ഇൻ ദ ട്രയാങ്കിൾ ABC, ആംഗിൾ B 90 ഡിഗ്രി, AC is equal to 5 centimeter, sin C is equal to 4/5. What is the length of AB? Find cos C. ത്രികോണം ABCയിൽ കോൺ B 90 ഡിഗ്രി, AC സമം 5 സെന്റിമീറ്റർ, sin C സമം 4/5. ABയുടെ നീളം എന്ത്? cos C കാണാം. ഒരു റഫ് ഫിഗർ വരയ്ക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ട്രയാങ്കിൾ തന്നിട്ടില്ല എങ്കിൽ, വരച്ച് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ തന്നെ ഒരു റഫ് ഫിഗർ വരയ്ക്കുക. റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ ബി മാർക്ക് ചെയ്യുക. ബാക്കി രണ്ട് വേർട്ടീസസും എഴുതുക, എയും ബിയും സിയും. തന്നിരിക്കുന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്യുക. എ സിയുടെ ലെങ്ത് തന്നിട്ടുണ്ട്, AC 5 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നത് സൈൻ സി ആണ്, റേഷ്യോ ആണ്. അത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല, സൈൻ സി അല്ലാതെ തന്നെ എഴുതാം. ഓക്കെ, സോ നമുക്ക് ഗിവ് സൈൻ സി ഈസ് ഈക്വൽ ടു 4/5. അപ്പൊ സൈൻ സിയുടെ നേരെ താഴെ സൈൻ സിയുടെ ഡെഫിനിഷൻ യൂസ് ചെയ്യാം. സൈൻ സി എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് സി. സി ആണ് ആംഗിൾ, സോ ആംഗിൾ ഒന്ന് മാർക്ക് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് സി അതാണ് AB. ഓക്കെ, സോ AB ബൈ ഹൈപ്പോട്ടന്യൂസ് 5 ആണ്, ഇസ് ഈക്വൽ ടു 4/5. ഈക്വൽ ഫ്രാക്ഷൻസ് കിട്ടി, സോ വി ക്യാൻ ക്രോസ് മൾട്ടിപ്ലൈ ആണല്ലോ. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം നിർബന്ധമില്ല. ബിക്കോസ് ഈക്വൽ ഫ്രാക്ഷൻസിൽ ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദിസ് ഇംപ്ലൈസ് AB ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. സെന്റിമീറ്റർ ആണ് യൂണിറ്റ്, സോ 4 സെന്റിമീറ്റർ. സോ നമുക്ക് AB മാർക്ക് ചെയ്യാം. AB കിട്ടി, AB 4 സെന്റിമീറ്റർ. സോ ഒന്നാമത്തതിന്റെ ആൻസർ കിട്ടി A. AB ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. ഇനി രണ്ടാമത്തത് കാണണം, കോസ് സി കാണണം. കോസ് സി ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കോസ് സി കണ്ടുപിടിക്കാം. കോസ് സി ബൈ ഡെഫിനിഷൻ എന്താണ്? അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസെന്റ് സൈഡ്, സിയുടെ അഡ്ജസെന്റ് സൈഡ് നമുക്ക് തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കാണും? പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട്. അപ്പൊ പൈതഗോറസ് തിയറം ഉപയോഗിക്കുന്നത് പോലെ തന്നെ പൈതഗോറിയൻ ട്രിപ്ലറ്റ് നമ്പേഴ്സ് ഓർത്ത് വെച്ചാൽ സുഖാണ്. ഒന്ന് 4ഉം മറ്റേത് 5ഉം ആണെങ്കിൽ മൂന്നാമത്തെ സൈഡ് എന്തായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, സോ അല്ല എങ്കിൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. BC സ്ക്വയർ പ്ലസ് 16 ഇസ് ഈക്വൽ ടു 25. അപ്പോൾ BC സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 മൈനസ് 16 9 കിട്ടും. സോ BC എന്ത് കിട്ടും? 3 കിട്ടും. സോ BC 3 സെന്റിമീറ്റർ ആണ്. സോ അഡ്ജസെന്റ് സൈഡ് 3, ഹൈപ്പോട്ടന്യൂസ് 5. സോ കോസ് സിയുടെ വാല്യൂ 3/5. SSLC മോഡൽ 2019 ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ PQR. Which among the following is tan x degree? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, A/C, B/A, A/B, B/C. Similarly, write sin x degree and cos x degree from this triangle. Prove that sin x degree by cos x degree is equal to tan x degree. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് tan x degree എന്ന് കാണണം. ഈ ത്രികോണത്തിൽ നിന്നും sin x ഡിഗ്രിയും cos x ഡിഗ്രിയും കണ്ടുപിടിക്കുക. sin x by cos x tan x എന്ന് തെളിയിക്കുക. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്തുള്ളത്. സോ നമുക്ക് 1 by 1 ആയിട്ട് ആൻസർ ചെയ്യാം. ഫസ്റ്റ് വൺ, വിച്ച് among the following is tan x degree? സാധാരണ ഫിഗർ വെച്ചിട്ട് tan x ഡിഗ്രി കണ്ടുപിടിക്കുക. എന്നിട്ട് ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, സോ tan x ഡിഗ്രി എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് ആണ്. ഓക്കെ, സോ എക്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? എ. എക്സിന്റെ അഡ്ജസെന്റ് ഏതാണ്? ബി. സോ നമുക്ക് A/B എന്ന് കിട്ടും. സോ tan x ഡിഗ്രി ഇസ് ഈക്വൽ ടു A/B ഓപ്ഷനിലുണ്ട്. തേർഡ് ഓപ്ഷൻ ആണ്. സോ tan xന്റെ വാല്യൂ A/B.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ട്രയാങ്കിളിൽ നിന്ന് സൈൻ എക്സും കോസ് എക്സും കാണും. സോ അതിനും ഡെഫിനിഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. സൈൻ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ വാട്ട് ഇസ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എക്സ് ഡിഗ്രി? എ. ബൈ ഹൈപ്പോട്ടന്യൂസ് സി. സോ നമുക്ക് സൈൻ എക്സ് ഡിഗ്രി ഈസ് ഈക്വൽ ടു എ ബൈ സി എന്ന് കിട്ടും. സൈൻ എക്സ് ഡിഗ്രി ഈസ് ഈക്വൽ ടു എ ബൈ സി. നെക്സ്റ്റ്, കോസ് എക്സ് ഡിഗ്രി. വളരെ ഈസിയാണ് ട്രിഗ്നോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. ആ കോൺസെപ്റ്റ് നന്നായിട്ട് ക്ലിയർ ആവണം, അത്രയേ ഉള്ളൂ. ഒരുപാട് തവണ പല പ്രോബ്ലംസ് എടുത്ത് ചെയ്തു നോക്കുക. ഓക്കെ, കോസസ് ഡിഗ്രി അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. എക്സിന്റെ അഡ്ജസെന്റ് സൈഡ് ഏതാണ്? ബി. ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? സി. സോ നമുക്ക് കോസ് എക്സ് ഡിഗ്രി കിട്ടി. കോസ് എക്സ് ഡിഗ്രി ഈസ് ഈക്വൽ ടു ബി ബൈ സി. സൈൻ എക്സ് ഡിഗ്രി എ ബൈ സി കിട്ടി. കോസ് എക്സ് ഡിഗ്രി ബി ബൈ സി കിട്ടി. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, പ്രൂവ് ദാറ്റ് സൈൻ എക്സ് ഡിഗ്രി ബൈ കോസ് എക്സ് ഡിഗ്രി ടാൻ എക്സ് ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യും. ഒന്നാമത്തെ പാർട്ടിൽ ടാൻ എക്സ് എന്താണെന്ന് അറിയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ സൈൻ എക്സും കോസ് എക്സും കണ്ടുപിടിച്ചു. ഇനി സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സി പാർട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. ലെഫ്റ്റ് സൈഡ് എന്താ? സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. സോ അത് തന്നെ എഴുതാം. സൈൻ എക്സ് ബൈ കോസ് എക്സ് is equal to sin x ന്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു, a by c ബൈ cos x ന്റെ വാല്യൂ കണ്ടുപിടിച്ചു, b by c. ഇതിന് നമ്മൾ എന്താ പറയാ? കോമ്പൗണ്ട് ഫ്രാക്ഷൻ എന്താ പറയാ? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മുകളിൽ a മാത്രം, താഴെ b മാത്രം. സോ a by b. a by b എന്താണ്? tan x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു tan x ഡിഗ്രി. ഹെൻസ് പ്രൂവ്ഡ്. ഒരു SSLC ക്വസ്റ്റ്യൻ ആണ്. ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ അറ്റ് B. In the figure, angle B is equal to 90 degree. Angle C is X degree. Angle A is Y degree. What is X plus Y? Prove that sin X equal to cos Y. If sin X equal to cos X, then find the value of X. ചിത്രത്തിൽ കോൺ B 90 ഡിഗ്രി, കോൺ C X ഡിഗ്രി, കോൺ A Y ഡിഗ്രി. എക്സ് പ്ലസ് വൈ എന്ത്? സൈൻ എക്സ് ഈക്വൽ ടു കോസ് വൈ എന്ന് തെളിയിക്കുക. സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണെങ്കിൽ എക്സിന്റെ വില എത്ര? അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആൻസർ എഴുതാം. ആംഗിൾ ബി 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. എക്സും വൈയും കൂട്ടിയാൽ എത്ര കിട്ടണം? 90 ഡിഗ്രി ആണല്ലോ. മറ്റ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ റൈറ്റ് ആംഗിൾ അല്ലാത്ത മറ്റ് രണ്ട് ആംഗിൾസും കൂട്ടിയാൽ 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതാണ് കാണാൻ പറഞ്ഞത്. എക്സ് പ്ലസ് വൈ എത്രയാന്ന് ചോദിച്ചു. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. 90 എഴുതിയാലും മതി. ഓക്കെ, നെക്സ്റ്റ് ബി. സൈൻ എക്സ് ഈക്വൽ ടു കോസ് വൈ എന്ന് തെളിയിക്കണം. സോ നമുക്ക് ഇങ്ങനെ ഒരു പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഒന്ന് കണ്ടുപിടിക്കുക, റൈറ്റ് സൈഡും കണ്ടുപിടിക്കുക, രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യും. അതാണ് മെത്തേഡ്. സോ ആദ്യം നമ്മൾ സൈൻ എക്സ് കാണും. ലെഫ്റ്റ് സൈഡായ സൈൻ എക്സ് കാണുന്നു. എക്സ് ഈ ആംഗിളാണ്. സോ ഈ ആംഗിളിന്റെ ബൈ ഡെഫിനിഷൻ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എക്സ്? എ ബി. ഹൈപ്പോട്ടന്യൂസ് എ സി. സോ നമുക്ക് സൈൻ എക്സ് ഈക്വൽ ടു എ ബി ബൈ എ സി എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1. ഇതിന്റെ ലെങ്ത് എത്രയാന്ന് തന്നില്ല എങ്കിൽ നമ്മൾ ആ വേർട്ടെക്സുകൾ വെച്ചിട്ട് ആ ലെങ്ത് എടുക്കുക. ഓക്കെ, സോ എ ബി ആണ്. എയും ബിയും ആണ് ആ ഒരു ലൈൻ സെഗ്മെന്റിന്റെ ആ ഒരു സൈഡിന്റെ രണ്ട് എൻ പോയിന്റ്സ്. അത് വെച്ചിട്ട് ആ സൈഡിന് പേര് കൊടുക്കുക. അപ്പൊ എ ബി എന്ന് കിട്ടും. ഇത് എ സി. ഓക്കെ, ഇനി റൈറ്റ് സൈഡ് കാണാം. റൈറ്റ് സൈഡ് കോസ് വൈ ആണ്. സോ കോസ് വൈ ഇസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, വൈ ആണ് ആംഗിൾ. സോ വൈ എടുക്കണം. വൈയുടെ അഡ്ജസെന്റ് ഏതാണ്? എ ബി. ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? എ സി. കോസ് വൈ ഇസ് ഈക്വൽ ടു എ ബി ബൈ എ സി എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 2. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കൂ. റൈറ്റ് സൈഡ് എ ബി ബൈ എ സി ആണ് ഒന്നാമത്തെ ഇക്വേഷനിൽ. റൈറ്റ് സൈഡിലും രണ്ടാമത്തെ ഇക്വേഷനിലും റൈറ്റ് സൈഡ് എ ബി ബൈ എ സി ആണ്. രണ്ട് ഇക്വേഷനിലും റൈറ്റ് സൈഡ്സ് സെയിം ആണ്. സോ അതിന്റെ ലെഫ്റ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Therefore from 1 and 2. റീസൺ ഒന്നും എഴുതണ്ട, ഫ്രം 1 and 2 എന്ന് എഴുതിയാൽ മതി. ഫ്രം 1 and 2 sin x ഈക്വൽ ടു കോസ് വൈ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
സൈൻ എക്സ് എ ബി ബൈ എ സി ആണ്. കോസ് എക്സ് വരുമ്പോൾ അതെന്താവും? ബി സി ബൈ എ സി ആവും. ഓക്കെ, ഞാനിവിടെ എഴുതാം. സൈൻ എക്സ് ഈക്വൽ ടു എ ബി ബൈ എ സി. കോസ് എക്സും കാണാം. കോസ് എക്സ് ഈക്വൽ ടു എക്സിന്റെ കോസ് വാല്യൂ ആണ് കാണേണ്ടത്. സോ അഡ്ജസന്റ് സൈഡ് ബി സി ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി. ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ, സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണെങ്കിൽ, സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? സൈൻ എക്സിന്റെ വാല്യൂ എ ബി ബൈ എ സി ആണ്. എ ബി ബൈ എ സി ഈസ് ഈക്വൽ ടു ബി സി ബൈ എ സി ആയിരിക്കണം. ഓക്കെ, രണ്ട് ഫ്രാക്ഷൻസിൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. ഈക്വൽ ഫ്രാക്ഷൻസിലെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ എന്താണ്? ന്യൂമറേറ്റർ സെയിം ആയിരിക്കും. എ ബി ഇസ് ഈക്വൽ ടു ബി സി ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം. ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും എന്ത് തന്നെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ആണല്ലോ, ഐസോസെൽസ് ട്രയാങ്കിളിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ എക്സും വൈയും ഈക്വൽ ആയിരിക്കണം. എക്സും വൈയും കൂട്ടിയാൽ 90 ആയിരിക്കണം. അങ്ങനെയുള്ള രണ്ട് ആംഗിൾസ് ഏതൊക്കെയാണ്? 45 ഡിഗ്രി ആണല്ലോ. രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ 90 കിട്ടണം. രണ്ടും സെയിം ആവണമെങ്കിൽ ആംഗിൾ എന്തായിരിക്കണം? 90ന്റെ പകുതിയായിട്ടുള്ള ആംഗിൾ ആയിരിക്കണം. അത് എത്രയാണ്? 45 ഡിഗ്രി. സോ ദിസ് ഇംപ്ലൈസ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി. ആംഗിൾ എ, ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഓക്കെ, we know that we have, since x plus y is equal to 90, x equal to y equal to 45 degree. ഒരു കാര്യം ഓർക്കുക, സൈനിന്റെ വാല്യൂവും കോസിന്റെ വാല്യൂവും സെയിം ആവുന്നത് ഏത് ആംഗിളിലാണ്? എക്സ് 45 ഡിഗ്രി ആകുമ്പോഴാണ് സൈനിന്റെയും കോസിന്റെയും വാല്യൂ സെയിം ആകുന്നത്. SSLC 2019 ചോദിച്ച 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ട്രയാങ്കിൾ എ ബി സി തന്നിട്ടുണ്ട്. ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. ആംഗിൾ ബി 90 ഡിഗ്രി ആണ്. ആംഗിൾ സി 44 ഡിഗ്രി ആണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ടാൻ 44 ഡിഗ്രി? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ബി ബൈ ബി സി, എ ബി ബൈ എ സി, ബി സി ബൈ എ ബി, ബി സി ബൈ എ സി. പ്രൂവ് ദാറ്റ് tan 44 degree into tan 46 degree is equal to 1. ചിത്രത്തിൽ കോൺ ബി 90 ഡിഗ്രി, കോൺ സി 44 ഡിഗ്രി, കോൺ എയുടെ അളവ് എത്ര? താഴെ പറയുന്നവയിൽ tan 44 ഡിഗ്രി ഏതാണ്? ഓപ്ഷൻസ്. പിന്നെ tan 44 ഡിഗ്രി ഇൻറ്റു tan 46 ഡിഗ്രി 1 എന്ന് തെളിയിക്കുക. സോ 1 by 1 ആയിട്ട് ആൻസർ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണ്, മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? ഇത് 90 ഡിഗ്രിയാണ്, ഇത് 44 ഡിഗ്രിയാണ്. സോ ഇത് എത്രയായിരിക്കണം? ഇത് 90 ആകുമ്പോൾ എയും സിയും കൂട്ടിയാൽ 90 ഡിഗ്രി ആയിരിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ 90 ഡിഗ്രി അല്ലാത്ത മറ്റ് രണ്ട് ആംഗിൾസിന്റെ തുക സം എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 44 ആണെങ്കിൽ ഇത് എത്രയായിരിക്കണം? 90 ഡിഗ്രി ആകണമെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 90 ഡിഗ്രി ആകണമെങ്കിൽ 46 ഡിഗ്രി ആയിരിക്കണം. സോ ആംഗിൾ എ ഇസ് ഈക്വൽ ടു 46 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതും വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ടാൻ 44 ഡിഗ്രി? സോ 44 ഡിഗ്രി ഇവിടെ സി ആണ്. ടാൻ 44 ഡിഗ്രി കാണണം. സോ നമ്മുടെ ഡെഫിനിഷൻ യൂസ് ചെയ്യാം. ടാനിന്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ഇത് മാറിപ്പോവേ ചെയ്യരുത്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സൈനിന്റെ ഡെഫിനേഷനും കോസിന്റെ ഡെഫിനേഷനും ടാനിന്റെ ഡെഫിനേഷനും. സോ 44ന്റെ ഓപ്പോസിറ്റ് എ ബി, അഡ്ജസെന്റ് ബി സി. സോ നമുക്ക് ടാൻ 44 ഡിഗ്രി എന്ത് കിട്ടും? എ ബി ബൈ ബി സി എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷനകത്ത് എ ബി ബൈ ബി സി ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷനാണ്. സോ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ, എ ബി ബൈ ബി സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, സി പാർട്ട്. പ്രൂവ് ദാറ്റ് ടാൻ 44 ഡിഗ്രി ഇൻറ്റു ടാൻ 46 ഡിഗ്രി 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ടാൻ 44 ഡിഗ്രി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് എ ബി ബൈ ബി സി ആണ് കിട്ടുക. അതേപോലെ ടാൻ 46 ഡിഗ്രി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എ 46 ഡിഗ്രി ആണെന്ന് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞു.
സോ ആംഗിൾ എ വെച്ചിട്ട് tan 46 ഡിഗ്രി കണ്ടുപിടിക്കും. tan 46 ബൈ ഡെഫിനിഷൻ ഓപ്പോസിറ്റ്, അത് ബി സി, ബൈ അഡ്ജസെന്റ്, അത് എ ബി. സോ നമുക്ക് tan 44 കിട്ടി, tan 46 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് പ്രൂവ് ദാറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുക. tan 44 ഡിഗ്രി ഇൻറ്റു tan 46 ഡിഗ്രി is equal to tan 44 പകരം നമുക്ക് എന്ത് എഴുതാം? എ ബി ബൈ ബി സി എന്ന് എഴുതാം, ഇൻറ്റു tan 46 പകരം നമുക്ക് ബി സി ബൈ എ ബി എന്ന് എഴുതാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷനാണ്. ഇതൊരു ഫ്രാക്ഷനാണ്, ഇതൊരു വേറൊരു ഫ്രാക്ഷനാണ്. രണ്ട് ഫ്രാക്ഷൻ്റെയും ഗുണനഫലം. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിലും മറ്റു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിലും ഒരേ സംഖ്യയാണെങ്കിൽ അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം നോക്കുക, ഈ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ എ ബി ഉണ്ട്, അതേ എ ബി മറ്റൊരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിൽ വന്നു. സോ നമുക്ക് അതിനെ രണ്ടിനെയും വെട്ടിക്കളയാം അല്ലേ? സോ വെട്ടിക്കളയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നർത്ഥം. അപ്പം ഇവിടെ 1 വരും, ഇവിടെ 1 വരും. അതേപോലെ തന്നെ ബി സി എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററാണ്, മറ്റൊരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററാണ്. സോ അതിനെ നമുക്ക് വെട്ടിക്കളയാം. സോ എല്ലാം കഴിഞ്ഞാൽ എല്ലാ ടേംസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 1 1, 1/1 1. സോ നമുക്ക് tan 44 ഡിഗ്രി ഇൻറ്റു tan 46 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1.